ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കല്ലേ? ഞാനും സുഖമായി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഷോപ്പിംഗ് കാണിക്കുന്നുണ്ട്, കുറച്ച് ക്ലീനിങ്, കുക്കിംഗ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ നമ്മുടെ വിഷു അല്ലേ വരുന്നത്, എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ? ഞാനും അതെ, നല്ല തിരക്കിൽ തന്നെയാണ്. അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ നോലുമ്പാണ്. അപ്പോൾ തറവാട്ടമ്പലത്തിൽ കളം മഹോത്സവം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നോലുമ്പാണ്. അപ്പോൾ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിയും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുറ്റടിക്കലും അടിച്ച് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ് എടുക്കുന്നുണ്ട്. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറ് കറികൾ ഒന്നും ആക്കിയിട്ടില്ല, അതൊക്കെ ആക്കട്ടെ അതിനാദ്യം. അപ്പോൾ കറി വെക്കാനായിട്ട് കുറച്ച് മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട്. അമ്മ കൊടുത്തു വെച്ചതാണ് കേട്ടോ വീട്ടിൽ നിന്ന്. കാറ്റത്ത് ഒടിഞ്ഞു വീണതാണ്. ഒരു വലിയ കൊമ്പ് നിറച്ച് മുരിങ്ങക്കായ ഉണ്ടായിരുന്നു. അതുമ്മേ വലിയ മുരിങ്ങക്കായ, അത് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല, ഒടിച്ചൊടിച്ചെടുക്കണം, അത്രയും വലിയ മുരിങ്ങക്കായാണ്. അപ്പോൾ ആ മുരിങ്ങക്കായ കുറച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങക്കായും പരിപ്പും കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മാങ്ങയൊക്കെ ഇട്ടിട്ട് ചോറ് വയ്ക്കാനായിട്ട് അരിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുരിങ്ങക്കായ നന്നാക്കി എടുക്കട്ടെ. കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു കേട്ടോ, ആ ചക്കക്കുരും മുരിങ്ങക്കായും കൂടിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ മുറിച്ചെടുക്കുകയാണ്. പരിപ്പ് പിന്നെ ചക്കക്കുരും കൂടിയിട്ട് സ്റ്റൗമ്മേൽ വെക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് ആദ്യം വേവിക്കാനായിട്ട് വെക്കുകയാണ്. അത് ഒരു വിസിലായി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യുക. അത് എന്നിട്ട് നമ്മുടെ മുരിങ്ങക്കായ, മാങ്ങ, പിന്നെ ഒരു മാങ്ങയാണ് എടുത്തേക്കണത് കേട്ടോ, അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. മാങ്ങ, പിന്നെ ഒരു തക്കാളി, ഒരു 4-5 പച്ചമുളക് കൂടിയിട്ടാണ് ഇടുന്നത് കേട്ടോ അതിലേക്ക്. അപ്പോഴേക്കും ഞാൻ കുറച്ച് കോളിഫ്ലവർ ഉണ്ട്, കോളിഫ്ലവർ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ പിന്നെ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ 2-3 തരം കറികൾ വേണം. അച്ചാർ, തൈര്, പപ്പടം, അതുപോലെ കൊണ്ടാട്ടമുളക്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് വേണം. പച്ചക്കറി ആകുമ്പോൾ പിള്ളേർക്കും അത് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ കുറേ തരം കറികളൊക്കെ കണ്ടു കഴിഞ്ഞാലായിട്ട് അവർ കഴിച്ചോളും വേഗം. അപ്പോൾ പരിപ്പ്, ചക്കക്കുരു വെന്തിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങക്കായ ഇടുന്നുണ്ട്. അതുപോലെ തക്കാളിയും മാങ്ങയും കൂടി ഇടുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ വിസിൽ വരേണ്ട കാര്യമെല്ലാം അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. വിസിൽ വന്നാലായിട്ട് ആകെ വെന്തുടയും. അപ്പോൾ പിന്നെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഒരു 10 മിനിറ്റ് വേവിച്ച മുരിങ്ങക്കായ നന്നായി വെന്തിട്ടുണ്ടാവും. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ നോക്കണം, ചിലപ്പോൾ വേവില്ലാത്ത മുരിങ്ങക്കായ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. ഞാൻ പിന്നെ തേങ്ങാപ്പാലാണ് കൂടുതലായിട്ട് കറിയിലേക്ക് ഒഴിക്കാറ്, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് തേങ്ങ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായും മാങ്ങയും എല്ലാം വെന്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കണം. അരമുറി തേങ്ങയാണ് എടുത്തേക്കണത്. അപ്പോൾ പിന്നെ അതിൻ്റെ പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാലത്ത് വേഗം ചായ കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോലുമ്പായതുകൊണ്ട് തന്നെ വേഗം കുളിച്ച് ചായയൊക്കെ വേഗം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ പണികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങിന് നിൽക്കാൻ പിന്നെ സുഖമായി സമാധാനമായിട്ട് നമുക്ക് ക്ലീനിങ്ങിന് നിൽക്കാമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുക്കിങ്ങും അതിൻ്റെ ഇടയിൽ വന്ന് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം തന്നെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യ സമയം നമുക്ക് ക്ലീനിങ്ങിന് കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ നമുക്ക് ടെൻഷനായിട്ട് കറിയുടെ കാര്യമൊന്നും നോക്കാനും വരണ്ട. അപ്പോൾ അതേ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കറി. അതിലേക്ക് കടുക്, ഉലുവ, കുറച്ച് വേപ്പിൻ്റെ ഇല, അതെല്ലാം പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണമാണ്. ഉലുവ ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഇത് പ്രത്യേക ഒരു മണമാണ് കേട്ടോ. ഒരു 2-3 മണി ഉലുവ ഇട്ടാൽ മതി. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ആ ചട്ടി തന്നെ സ്റ്റൗമ്മ വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി മൂത്തതിന് ശേഷം പിന്നെ കുറച്ച് സവാള, 2-3 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി അരിഞ്ഞ് വെച്ചുള്ള കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് കറികളൊക്കെ റെഡിയാക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി മൂത്തോട്ടെ. എന്നിട്ട് അതിലേക്ക് അത് മൂത്ത് വരുമ്പോൾ പിന്നെ നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് മൂത്തതിന് ശേഷം പിന്നെ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 2 തക്കാളി, നന്നായി പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് നന്നായി തക്കാളിയിൽ നിന്ന് വെന്ത് ഉടഞ്ഞിട്ട് അത് നന്നായി ഉടഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ കോളിഫ്ലവർ നന്നാക്കി വെച്ചിട്ടില്ല, അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞ് എന്തെങ്കിലും പുഴുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകാനായിട്ട് നല്ലതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടി കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുക. ഈ കറി ചോറിൻ്റെ ഒപ്പം കഴിക്കാനും അതുപോലെ ചപ്പാത്തി, പത്തിരി, എന്താണെങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ ഗ്രേവി വേണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ പിന്നെ തേങ്ങാപ്പാൽ എന്തെങ്കിലും ഒഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. കോളിഫ്ലവർ ഇട്ടതിൻ്റെ ശേഷം നമ്മളത് തീ കുറച്ച് വെച്ചിട്ട് അത് അടച്ച് വെച്ചിട്ട് വേവിക്കണം, ഇല്ലെങ്കിൽ നമുക്കത് ശരിയായ രീതിയിൽ വെന്ത് കിട്ടില്ല. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 5-6 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നന്നായി വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ കറി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് പപ്പടം ഉണ്ട്, അതും കൂടി വറുത്ത് വയ്ക്കുകയാണ്. പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ച ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ പപ്പടം വറുക്കാനുള്ള ഒരു മനസ്സൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ വയ്യാതാവും.
അപ്പോൾ പിന്നെ ആ നേരം തിക്കും തിരക്കൊക്കെ ആയിട്ട് ബഹളമൊക്കെ ആയിട്ട് ചെയ്യണേക്കാൾ നല്ലത് മുന്നേ തന്നെ ചെയ്ത് വെക്കുകയാണ്. അപ്പം ഞാൻ ആ പപ്പടമൊക്കെ വറുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈര്, പിന്നെ അതുപോലെ സവാളയും ഒക്കെ ഇട്ടെടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ സലാഡ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കറികളൊക്കെ ദേ ഇങ്ങനെ പാത്രത്തിൽ മാറ്റി വയ്ക്കുക. പാത്രത്തിൽ മാറ്റി വെച്ചാലാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് അധികം പാത്രങ്ങൾ കഴുകാനുണ്ടാവില്ല, രാത്രിയും അധികം പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ല. അപ്പോൾ ആ അടുക്കളയൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്, തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. കുക്കിങ്ങും പിന്നെ അടുക്കളത്തെ ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യമായിട്ട് അടുക്കളയിലൊന്നും കാര്യങ്ങളൊന്നുമില്ല. അടുക്കള മുന്നേ 2-3 ദിവസം മുന്നേ ഞാൻ നന്നായി ക്ലീൻ ചെയ്തിട്ടതാണ്. അപ്പോൾ പിന്നെ അടുക്കള ക്ലീൻ ചെയ്യാനുള്ള കാര്യം അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ജനവാതിൽ, അതുപോലെ വാതിൽ, പിന്നെ അലമാര, അവിടെ ആ ഭാഗമൊക്കെ നന്നായി പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുക്കണം. അതാണ് ഇന്നത്തെ പണി. അപ്പം ഞാനിതേ കറികളും സാധനങ്ങളൊക്കെ ഈ സൈഡിലായിട്ട് ഒതുക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചോറ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ദേ തൈര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കോളിഫ്ലവർ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ ഈ അടുപ്പിൻ്റെ സൈഡിലായിട്ട് കൊടുന്ന് വെക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ എന്നോട് വീഡിയോ കാണുമ്പോൾ. എൻ്റെ റിലേറ്റീവ്സൊക്കെ പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട് ഇത്രയധികം കറികളൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഉണ്ടാക്കാറുണ്ട്. എല്ലാ ദിവസവും പരമാവധി എനിക്ക് ആരോഗ്യമുള്ളപ്പോഴൊക്കെ ഞാൻ ഇത്രയധികം കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഒരു 3-4 അച്ചാർ, അതുപോലെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ആയിട്ട് 4-5 തരം എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളതെന്ന് വെച്ചെങ്കിൽ വെറും ഒരു ഉപ്പേരി മാത്രം കൂട്ടി കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അച്ചാറോ എന്തെങ്കിലും മുട്ടയോ എന്തെങ്കിലും പൊരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കും. അല്ല പക്ഷെ എല്ലാവരും വീട്ടിലുള്ള ദിവസം പരമാവധി ഞാൻ ഇത്രയധികം കറികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് അടുക്കളയൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി ഇത് ബെഡ്ഷീറ്റ്, അതുപോലെ കർട്ടൻ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് കഴുകണം. ബെഡ്ഷീറ്റ്, തലയണ കവർ ഒക്കെ എടുത്തിട്ട് നന്നായി വൃത്തിയാക്കി കഴുകണം. അപ്പോൾ പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ വിഷുവിൻ്റെ ക്ലീൻ ചെയ്യൽ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അടുക്കളയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞിട്ട് 2 ദിവസമായി. പിന്നെ എൻ്റെ ഹോളിലേക്കും അതുപോലെ ബെഡ്റൂമിലേക്കും ഒന്നും കൈ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നാളെയാണ് സംക്രാന്തി വരുന്നത്. അപ്പോൾ അപ്പോഴേക്കും നന്നായി വീടൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്കി ഇടണ്ടേ. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മുഷിഞ്ഞിടുന്നാലൊന്നും ശരിയാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് കൊണ്ടുപോയി കഴുകാനായിട്ട് പോവാണ്. അപ്പോൾ പിന്നെ ഞാൻ കുളി കഴിഞ്ഞ കാരണം പിന്നെ ഞാൻ കല്ലുമ്മലൊന്നും കഴുകാനായിട്ട് നിൽക്കില്ല, മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചേക്കാണ്. കർട്ടനൊക്കെ ഊരി എടുത്തിട്ട് ജനവാതിലൊക്കെ നന്നായി ക്ലീൻ ചെയ്തിടണം. നന്നായി പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം നന്നായി വെള്ളം മുക്കി നന്നായി പിഴിഞ്ഞ് തന്നെ വൃത്തിയാക്കി തുടച്ചെടുക്കണം. ആ ഗ്ലാസും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കണം. അപ്പോൾ മോൾക്ക് വയ്യ, അവൾക്ക് ജലദോഷവും പനി, പിന്നെ തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ആയിട്ട് തീരെ വയ്യ. അല്ലെങ്കിൽ അവൾ സഹായിക്കാനായിട്ട് നിൽക്കും. ഫാനും കാര്യങ്ങളൊക്കെ തുടയ്ക്കാനായിട്ട് അവൾ നല്ല മിടിക്കുക. അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ അവൾക്ക് വയ്യ. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട, കിടന്നോട്ടെ എന്ന് വിചാരിച്ചു ഞാനവിടെ. അപ്പോൾ പിന്നെ ഇതേ കുറച്ച് വെള്ളത്തിൽ ഇതേ ഇങ്ങനെ ഒരു ലിക്വിഡ് വെച്ചിട്ട് നന്നായി മുക്കി പിഴിഞ്ഞ് തുടച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ല മണം ഉണ്ടാവുമല്ലോ. അപ്പോൾ വാതിലുകളൊക്കെ ആദ്യം തുടച്ചെടുക്കുകയാണ്. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുമില്ലായിട്ട്. അപ്പോൾ അത് നന്നായി തുടച്ചെടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ജനവാതിലും കാര്യങ്ങളൊക്കെ തുടയ്ക്കാനായിട്ട്. പിന്നെ ഡൈനിങ് റൂം കാര്യങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായി നിന്ന് കഴിഞ്ഞാൽ തീരെ വയ്യാതാവും. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ ദിവസം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതുള്ളൂ. വിഷുവാകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് റെഡിയാവും. നല്ല വീട് നല്ല വൃത്തിയായിട്ട് കിടക്കും. വിഷുവിന് നിറച്ച് കൊന്നപ്പൂ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ടിട്ടാ. പക്ഷേ ഇപ്പോൾ ഒന്നും കാണാനില്ല. കുറച്ച് നമുക്ക് കണിയിലൊക്കെ ഒന്ന് വെക്കണ്ടേ, കണിയിൽ വെക്കണം. അതുപോലെ തന്നെ വെള്ളരിക്കും പിന്നെ കണിക്കൊന്നയും കൂടിയിട്ട് കെട്ടിയിടണ്ട. അതിനൊന്നും നമുക്കിപ്പോൾ കിട്ടാനില്ല. ഈ ഭാഗത്ത് നിറച്ചുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിറച്ച് കൊന്ന പൂത്ത് നിൽക്കണതൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോൾ ഒരു കണിക്കൊന്നയുടെ ഒരു കഷ്ണം പോലും കിട്ടാനില്ല. അപ്പോൾ പിന്നെ ഗുരുവായൂർ തന്നെ പോകണം. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ കിട്ടും. ഏകദേശം ഒരു 50 രൂപയാണ്ടാണ്. കുറച്ച് ഇലയും ഉണ്ടാവും, കുറച്ച് പൂവും ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് തന്നെ വാങ്ങണം. യജുവരനാണെങ്കിൽ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കണിക്കൊന്ന വാങ്ങി കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. കണിക്കൊന്ന ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതന്നെ തൂക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അത് തൂക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ പിന്നെ പരമാവധി നല്ല കണിക്കൊന്ന കുറച്ചെങ്കിലും കിട്ടുമെന്ന് നോക്കണം. പരമാവധി 2-3 ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഗുരുവായൂർ തന്നെ പോയിട്ട് വാങ്ങിക്കണം. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള താത്തയുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ കണിക്കൊന്ന മരം. നന്നായി പൂക്കും, നന്നായി പൂത്തിട്ട് നമ്മൾ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും വിഷുവിന് കണിക്കൊന്ന ഞങ്ങൾ അവിടെ നിന്നാണ് പൊട്ടിക്കാറ്. തലേ ദിവസം ഒരു മത്സരമാണ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒരുമിച്ച് വരും തലേ ദിവസം. അതൊരു രസം തന്നെയായിരുന്നു. അത്യാവശ്യം പൊട്ടിച്ച് ഞങ്ങൾ വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കും, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ആ മരം വെട്ടി. ഇപ്പോൾ ഒരു വീടിൻ്റെ സൈഡിലേക്ക് ചാഞ്ഞിട്ടായ കാരണം അത് വെട്ടി. അപ്പോൾ ഇപ്രാവശ്യം ആ കണിക്കൊന്ന അവിടെ ഇല്ല. അപ്പോൾ അതേ ക്ലീനിങ് കഴിഞ്ഞ് ഒരുവിധം കഴിയാറായിട്ടുണ്ട്. ഇനി ഇത് ഉമ്മാരൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഉമ്മാരത്തിൻ്റെ ടൈൽ ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അതുപോലെ പുറത്തെ വാതിൽ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. എല്ലാവരും വരുമല്ലോ, ചേച്ചിമാർ എല്ലാവരും. വിഷുവിൻ്റെ 2ാം വിഷുവിൻ്റെ അന്നായിരിക്കും എല്ലാവരും വരിക. 1ാം വിഷുവിന് ഞങ്ങൾ പരമാവധി എൻ്റെ വീട്ടിൽ പോകാറാണ് പതിവ്.
രണ്ടാം വിഷുണ്ടെന്ന് എല്ലാവരും എൻ്റെ ഇവിടേക്ക് വരും, വീട്ടിലേക്ക് വരും. ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ ഒരു മിനിറ്റ് പോലും നമ്മൾ വേസ്റ്റ് ആക്കരുത്. നമ്മളെ കൊണ്ടാവുന്ന വിധം അത് ആഘോഷിക്കാനും നമ്മൾ സന്തോഷിക്കാനും വിചാരിക്കണം. ഈ ഭാഗം കൂടി തുടച്ചിട്ട് കഴിഞ്ഞാലായിട്ട് നമ്മുടെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്, വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രജിയോട്ടം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിഷുവല്ല വരുന്നത്, അത്യാവശ്യം സാധനങ്ങളും നമ്മൾ വീട്ടിൽ കരുതണ്ടേ. അപ്പോൾ പിന്നെ ആ സാധനങ്ങളൊക്കെ ഞാൻ പാത്രത്തിലാക്കിയിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുകയാണ്. ഇട്ട് വെച്ച് അതുകൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് നേരമൊക്കെ എടുക്കണം. അത്യാവശ്യം പണികളായിട്ടുണ്ട്. ഇനി 2-3 മണിക്കൂറിന് ശേഷം ചിലപ്പോൾ ഉറങ്ങും, അല്ലെങ്കിൽ TV കാണും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പുറത്തേക്കൊന്ന് പോകാനുണ്ട്, സാധനങ്ങൾ കുറച്ച് വാങ്ങാനുണ്ട്, ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂത്ത മോള് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരുമിച്ചിട്ട് പോയിട്ട് ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ലീവ് കിട്ടിയില്ല. വിഷുവിൻ്റെ തലേ ദിവസം രാത്രിയായിട്ട് അവൾ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ നേരം തിരക്ക് കൂടിയിട്ട് ആകെ കൂടി ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചേക്കാണ്. അവൾ വിഷുവിൻ്റെ തലേ ദിവസം ഒരുവിധം നേരം വൈകിട്ടൊക്കെ ആവും വരിക. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ അവിടെ കയറ്റി വെക്കുകയാണ്. പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ മുളക് പൊടി, അരിപ്പൊടി, ആ സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ദിവസം മുന്നേ അതിൻ്റെ പൊടിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിഷു ഓണമൊക്കെ വരുമ്പോൾ വീട്ടിലിങ്ങനെ സാധനങ്ങൾ വാങ്ങി നിറച്ച് വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യേകത തന്നെയാണ്, ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി വെക്കുക, വീട്ടുകാരെ വിരുന്നുകാരൊക്കെ സ്വീകരിക്കാനായിട്ട് റെഡിയായിരിക്കുക, അതൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ്. വിഷു വരേണ്ടത് തന്നെ, അതുപോലെ ഓണം വരേണ്ടത് തന്നെ പ്രത്യേക സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും അല്ലേ. ആ സാധനങ്ങളൊക്കെ പാത്രങ്ങളിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കൈയോടെ തന്നെ ആക്കി വെച്ചിട്ടില്ലെങ്കിൽ അത് അവിടെ ഇരിക്കും. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ പോയി വരുമ്പോഴും പിന്നാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ കൈയോടെ തന്നെ ആക്കി വെക്കുകയാണെങ്കിൽ അടുക്കള നല്ല വൃത്തിയായിരിക്കും. അപ്പോൾ പിന്നെ ഇത് കഴുകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വിരിച്ചിടണം. പിന്നെ അതുകൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ചോറിൻ്റെ വീഡിയോ ഒന്നും എടുക്കണില്ല, കാരണം അത്യാവശ്യമായിട്ടുണ്ട് വീഡിയോ. പിന്നെ ഞങ്ങൾ പുറത്ത് പോകണ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഉറങ്ങി ഇടുന്നിട്ട് ഒരു 4:30 ഉണ്ടായിരുന്നു. പിന്നെ എണീക്കുമ്പോൾ പിന്നെ ചായ കുടിച്ച് വിളക്കൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പുറത്ത് പോകണത് കേട്ടോ. കുറച്ച് ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ട്. രജുവേട്ടന് ഇല്ല, ഞങ്ങൾ ബസ്സിനാണ് പോകണത് കേട്ടോ. രജുവേട്ടന് പരമാവധി ഞങ്ങളപ്പം വരാറില്ല, ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് വരാറില്ല. ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാലായിട്ട് വിളിക്കും, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ചു, അപ്പം ഞാൻ വരാമെന്ന് പറയും. അപ്പോൾ പിന്നെ ഇരുട്ടായാലും പിന്നെ ഞങ്ങൾക്ക് പേടിക്കാനില്ല, ഞങ്ങൾ ചാവക്കാട് ഇടയ്ക്കിടയ്ക്ക് പോകണത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല. പിന്നെ രജുവേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വരും. അപ്പം ചുരിദാറുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അടിപൊളി ചുരിദാറുകളാണ്. ഒരു മെഹന്തി ഫെയർ എന്ന് പറഞ്ഞിട്ട് ചാവക്കാട് ഉള്ള ഒരു കടയാണ് കേട്ടോ അത്. അപ്പോൾ അടിപൊളി ചുരിദാറുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഭയങ്കര നീളം കൂടുതലാണ് കേട്ടോ. ഞാൻ അത്ര വലിയ ഹൈറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇതൊന്നും എനിക്ക് കറക്റ്റ് ആവണില്ല. അത്യാവശ്യം വലുപ്പമുണ്ട്, അടിമുട്ടിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റൊക്കെ ഒന്ന് നോക്കുകയാണ്. എനിക്ക് പറ്റുന്നത് പരമാവധി ഞാൻ നോക്കിയിട്ടും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വേറെ കടയിൽ പോയിട്ടാണ് എനിക്കുള്ളത് എടുത്തത്. പക്ഷേ മോൾക്കുള്ള ടോപ്പുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ക്രോപ്പ് ടോപ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത്യാവശ്യം ഉണ്ട് അവിടെ. തൊട്ട മുന്നിൽ തന്നെ നമുക്ക് ബ്യൂട്ടി സിൽക്ക് ഉണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ നോക്കി. പക്ഷേ നമുക്ക് ഇഷ്ടമായിട്ടുള്ള ക്രോപ്പ് ടോപ്സൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. അവിടെ പെരുന്നാളായിട്ട് ഒരുവിധമൊക്കെ കഴിഞ്ഞേക്കണു. പിന്നെ ഞങ്ങൾ വരാനും നേരം വൈകിയില്ലേ. അപ്പോൾ പിന്നെ ഇവിടെ അത്യാവശ്യം ഉണ്ട്, നല്ല ഭംഗിയുള്ളതുണ്ട്. പുതിയതായിട്ട് അവർ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അവർ കണ്ടില്ലേ, ക്രോപ്പ് ടോപ്പൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ അത് അവൾക്ക് ഇഷ്ടമായില്ല. അവൾക്ക് ഇഷ്ടമായത് 2-3 അവൾ എടുത്തിട്ടുണ്ട്. ഭംഗിയുണ്ട് കാണാനായിട്ട്, എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല സാധനം തന്നെയാണ്, നല്ല തുണിയാണ്, കഴുകിയാലും നാശാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്രോപ്പ് ടോപ്പ്, അതുപോലെ ജീൻസ്, ചുരിദാറുകൾ, എല്ലാ സാധനങ്ങളും നല്ല കളക്ഷൻ ഉണ്ട് അവിടെ. ചുരിദാർ പക്ഷെ വളരെ നീളം കൂടിയതായതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ ചേച്ചി വലിയച്ഛൻ്റെ മോള് എനിക്ക് ചുരിദാർ കൊടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണ്ട്. പിന്നെ 2-3 സാധാരണ ഇടാനായിട്ട് ഞാൻ തയ്ക്കാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചുരിദാർ അത്ര കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തില്ല. ഇവർക്കുള്ള ഡ്രസ്സ് തന്നെയാണ് എടുത്തത്. കണ്ടില്ലേ, നല്ല വെറൈറ്റി ടോപ്സാണ് കാണിക്കുന്നത്. എല്ലാതും നല്ല ഭംഗിയുള്ള ടോപ്പുകൾ തന്നെയായിരുന്നു കേട്ടോ. എല്ലാതും ഒന്നിനൊന്ന് മെച്ചം. ഇതെടുക്കാനും അതെടുക്കാനും ഒക്കെ തോന്നും നമുക്ക്. ഒപ്പമുള്ളത് ചേച്ചിയുടെ മോളുടെ കുട്ടിയാണ്. അവന് ഞാൻ ട്രെൻഡ്സിൽ പോയപ്പോൾ ഞാൻ ഒരു ജോഡി എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് ഇഷ്ടമായിട്ടുള്ള ഒരു ടീഷർട്ടും ഒരു പാൻറ്റും ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ വെക്കേഷനായപ്പോൾ വന്നതാണ്. അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം അവൻ പോവുള്ളൂ. കണ്ടില്ലേ, നല്ല വെറൈറ്റി ആയിട്ടുള്ള ചുരിദാറുകൾ, നല്ല ഭംഗിയുള്ള ചുരിദാറുകൾ. പക്ഷേ എന്താ ചെയ്യുക, ഒക്കെ ഭയങ്കര നീളം കൂടുതലാണ്. ഞാനൊരു ഹൈ ഹീൽ ഇട്ട് കഴിഞ്ഞാലും പക്ഷേ ഭയങ്കര നീളമായിരിക്കും.
അപ്പോൾ ചുരിദാറൊന്നും ഞാൻ ഇവിടുന്ന് എടുത്തില്ല. ഞാൻ വീട്ടിലുള്ള ചുരിദാർ ഞാൻ കാണിച്ചു തരാം. 2-3 പുതിയ ചുരിദാറുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ തയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസമായിട്ട് കിട്ടുള്ളൂ. കണ്ടില്ലേ, വെറൈറ്റികളായിട്ടുള്ള പലതരത്തിലുള്ള ജീൻസുകളുണ്ട്, കുറേ കളേഴ്സും ഉണ്ട്. പക്ഷെ മക്കൾ 2-3 ആഴ്ച മുന്നേ ജീൻസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇപ്പോൾ എടുക്കണില്ല. പരമാവധി വെറുതെ ആവശ്യമില്ലാതെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഉള്ളത് പരമാവധി ഉപയോഗിക്കാനായിട്ട് നോക്കുക. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ്. ബില്ലടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങണം. അവൾക്കുള്ള ടോപ്സൊക്കെ കിട്ടി. അവൾക്ക് 2-3 കിട്ടി. അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. അത്ര വിലയില്ല കേട്ടോ. ഒരു 390 രൂപ ഓരോന്നിന് വെച്ചിട്ട് 390 രൂപയുള്ളൂ. അപ്പോൾ നല്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് കിട്ടിയേക്കണത്. അപ്പം ഞങ്ങളങ്ങനെ ബില്ലടിച്ച് നല്ല മഴക്കാറും ഉണ്ട്, ചെറുതായി ഇങ്ങനെ ഇടി വെട്ടണമുണ്ട് കേട്ടോ. ചിലപ്പോൾ മഴ പെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാലായിട്ട് രജുവേട്ടനെ വിളിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് സെലക്ട് ചെയ്താൽ മാത്രമേ രജുവേട്ടൻ വരുള്ളൂ. രജുവേട്ടൻ അവിടെ ഇരുന്നിട്ട് ഭയങ്കര ബോറടിയാണ്. അല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് ഒരു കടയിലേക്ക് ഇങ്ങനെ നടക്കാൻ ചിലപ്പോൾ ആൾക്ക് ദേഷ്യം പിടിക്കും. അപ്പോൾ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു നേരമൊന്നും ആൾ തരില്ല. പെട്ടെന്ന് എടുക്കുക, പെട്ടെന്ന് പോരുക. പക്ഷേ ഞങ്ങൾക്ക് കുറേ നേരം വേണം കേട്ടോ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. അതുകൊണ്ട് പരമാവധി ഞങ്ങൾ രജുവേട്ടനെ കൂട്ടാതെ പോകും. ഞങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രജുവേട്ടനെ വിളിക്കും. അപ്പോൾ പിന്നെ ഈ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്, എൻഗേജ്മെൻറ്റ് പോകുമ്പോൾ എടുക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ട്. ഇതും പുലരിന്ന് പറഞ്ഞിട്ടുള്ള ചാവക്കാടുള്ള കടയാണ്. നല്ല അടിപൊളി ഐറ്റംസാണ് എല്ലാം. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് എല്ലാതും. നല്ല ഭംഗിയുള്ള കമ്മലുകൾ, അതുപോലെ മാലകൾ, പിന്നെ റെൻറ്റിന് കൊടുക്കുന്ന കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ കടയിൽ കയറിയത് എൻഗേജ്മെൻറ്റ് എടുത്തിട്ടുള്ള ഡ്രസ്സില്ല, അതിന് മാച്ചായിട്ടുള്ള 2 മാലകൾ വാങ്ങണം, കുറച്ച് വളകൾ വാങ്ങണം, പിന്നെ 2 കമ്മൽ വാങ്ങണം. അതിനൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടേക്ക് കയറിയത്. കണ്ടില്ലേ, കോപ്പർ ഐറ്റം നല്ല ഭംഗിയുള്ള കമ്മലുകൾ, നല്ല സൂപ്പറായിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിലിതേ ഒന്ന് മോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു, താഴെ മോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതോ മറ്റേതോ അതിലേതാണോ, രണ്ടിലേതോ ഒന്നാണ് അവൾ വാങ്ങിച്ചത്. പിന്നെ മാല വാങ്ങിച്ചു, ഒരു വെള്ള കല്ല് വെച്ചിട്ടുള്ള മാലയാണ് വാങ്ങിച്ചത്. കണ്ടില്ലേ, നല്ല ജിമിക്കുകളുണ്ട്, നല്ല ഭംഗിയുള്ളത്. സ്വർണം പോലും അപ്പുറത്ത് നിൽക്കും, അത്ര ഭംഗിയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുണ്ട് നല്ല ഒരു കൊട്ടക്കമ്മലുണ്ട്. കുറച്ച് വിലയുള്ളത് തന്നെയായിരുന്നു. അന്നൊരു 650 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഒരു 5-6 വർഷമായി. ഒരു കളറിന് ഒരു വ്യത്യാസമില്ല, അടിപൊളി സാധനമാണ്, ഇപ്പോഴും ഉണ്ട് ഇതെൻ്റെ കയ്യിൽ. അപ്പം ഞാനതൊന്നും വാങ്ങിക്കണില്ല. കണ്ടില്ലേ, നെയിൽ പോളിഷ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഒരുവിധം നോക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വള കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ വള നോക്കുകയാണ്. വെള്ള കല്ല് വെച്ചിട്ടുള്ള വള തന്നെയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനൊന്നും വാങ്ങിച്ചാൽ അവർക്ക് താല്പര്യമാവില്ല. അവരെ ഇഷ്ടത്തിന് തന്നെ വാങ്ങിക്കണം, എന്നെങ്കിൽ തന്നെ അവർ ഉപയോഗിക്കുള്ളൂ. എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചാൽ ഒരു വട്ടം ഉപയോഗിക്കും, പിന്നെ അതവിടെ വെക്കും. അവരുടെ ഇഷ്ടത്തിനാണെങ്കിൽ അത് അവർ സൂക്ഷിച്ച് കൊണ്ട് നടന്ന് അവർ കുറേ കാലം ഉപയോഗിച്ചോളും. അപ്പോൾ അവരെ ഇഷ്ടം നോക്കിയിട്ട് പരമാവധി ഞാൻ വാങ്ങിക്കണത്. കണ്ടില്ലേ, ഇങ്ങനത്തെ കുറേ വളകളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ആ വെള്ളക്കല്ല് വെച്ച വള അവിടുന്ന് വാങ്ങിച്ചു. പിന്നെ ബില്ലടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രജുവേട്ടൻ വന്നു. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. രജുവേട്ടൻ വിളിച്ചപ്പോൾ അപ്പം തന്നെ വന്നു. പിന്നെ ചെരുപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെരുപ്പ് കടയിൽ കയറി. ചെരുപ്പ് അതെ, നല്ല അടിപൊളി ചെരുപ്പ് ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഷോപ്പിംഗ് തന്നെയായിരുന്നു ഇന്ന്. ചെരുപ്പ് എനിക്കാണ് എടുക്കുന്നത് കേട്ടോ. എനിക്കിപ്പോൾ എൻ്റെ ചെരുപ്പ് അത്യാവശ്യം നാശമായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ലൊരു ചെരുപ്പ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെരുപ്പ് വാങ്ങാനായിട്ട് പോയതാണ്. അപ്പോൾ നല്ലൊരു ചെരുപ്പ് വെള്ളത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ചെരുപ്പാണ്. കണ്ടു കഴിഞ്ഞാൽ ലെതറാന്ന് വിചാരിക്കും, പക്ഷേ ലെതറൊന്നല്ല, നമ്മൾ സാധാരണ ഡെയിലി യൂസിന് പറ്റിയ ഒരു ചെരുപ്പ് തന്നെയായിരുന്നു വാങ്ങിച്ചത് കേട്ടോ. ഒരു 400 രൂപയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി ചെരുപ്പാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും പോന്നു. പിന്നെ ഞങ്ങൾ അത്യാവശ്യം ദാഹിച്ചു തുടങ്ങി കേട്ടോ. ആ സൈഡിലായിട്ട് തേൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസുകൾ, തേൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്ക്, അതുപോലെ പലതരം ഐറ്റംസും കണ്ടു. അപ്പോൾ എന്നാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായി രജുവിൻ്റെ അപ്പം വാങ്ങിച്ചു കേട്ടോ. ഹണി ഗ്രേപ്പ് ജ്യൂസ്, അതുപോലെ ഹണി ഗുവ ജ്യൂസ് ഒക്കെ ഹണി ഇട്ടിട്ടുള്ള ഐറ്റം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് സാധനങ്ങൾ, എല്ലാവർക്കും ഇഷ്ടമായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഹണി ഗ്രേപ്പ് ജ്യൂസാണ് എനിക്ക് ഇഷ്ടമായത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹണി സിപ്പപ്പ്, അതുപോലെ ഹണി കേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ചോദിച്ചു, അത് കിട്ടിയില്ല. അപ്പോൾ പിന്നെ അവിടുന്ന് അത് കുടിച്ചു, നല്ല ഫ്രഷായി അത് കുടിച്ചപ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങാനുണ്ടായിരുന്നു. വിഷുവിന് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ, വെള്ളരിക്ക അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി അതും കൂടി വാങ്ങിച്ചിട്ട് പിന്നെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇതുപോലെ എന്തെങ്കിലും ഹണിയുടെ ഐറ്റം കാണുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഫ്രഷാണ്, നല്ല കുടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രത്യേക ഒരു എനർജി കിട്ടുന്ന പോലെ നല്ല ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ഇതേ പച്ചക്കറി കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ, ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേഗം വാങ്ങിച്ചു. പിന്നെ ഇതേ ഇടിയും ഒക്കെ ഇങ്ങനെ വെട്ടുണ്ട്, മഴയും ചാറുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകണം. അപ്പോൾ സാധനങ്ങൾ അത്യാവശ്യം വാങ്ങിക്കാനുണ്ട്. വിഷുവിന് പച്ചക്കറി സദ്യയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പച്ചക്കറി സാധനങ്ങൾ വാങ്ങിക്കണം. ഒരു 8-9 തരം കറികളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പിന്നെ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കണം. അത് ഞാൻ തന്നെ പോയി വാങ്ങിച്ചാലോ ഒരുവിധം ശരിയാവുള്ളൂ.
വിഷുവിൻ്റെ തലേ ദിവസം എന്തെങ്കിലും രജുവിനോട് പറഞ്ഞാൽ രജുവിന് ദേഷ്യം വരും വാങ്ങിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം തിരക്കുണ്ടാവും. പണിക്കാരുടെ കാര്യങ്ങളും അവർക്ക് വിഷുക്കൈ നേട്ടം കൊടുക്കലും അത്യാവശ്യം പണികളുണ്ടാവും രജുവിന്. ആ നേരം പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ പരമാവധി ഇന്ന് തന്നെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അവന് വെള്ളരിക്ക നോക്കുകയാണ്. കണി വെക്കാനും വെള്ളരിക്ക വേണം, അതുപോലെ കറി വെക്കാൻ വേണം. മോര് വെള്ളരിക്കയൊക്കെ വെക്കില്ലേ, പുളിശ്ശേരി, അതിന് വേണം. പിന്നെ 2-3 കണിവെള്ളരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ തക്കാളിയൊക്കെ ഭയങ്കര വില. പിന്നെ കുറച്ച് തക്കാളി സാധനങ്ങളൊക്കെ എടുത്തു. ഉരുളക്കിഴങ്ങ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ എൻ്റെ ബില്ലടിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോരാണ് ഉണ്ടായത്. സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. അത്യാവശ്യം സമയമായിട്ടുണ്ട്. ഇപ്പം മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായി മഴയും ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇടിയും വിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അപ്പോൾ വണ്ടി കുറച്ച് ദൂരെയാണ് ഇട്ടേക്കണത് കേട്ടോ. അപ്പോൾ നമ്മളെ സെൻറ്ററിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കുറച്ച് ദൂരെയായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വലിച്ച് അതിൻ്റെ ഉള്ളിൽ കൊടുന്ന് വെച്ചു. പിന്നെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നല്ല മഴയായി, നല്ല ഇടിയുമായി. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കണം കേട്ടോ. നോക്കണത് മോളിട്ട് നോക്കി. പിന്നെ എൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ചേച്ചി എടുത്ത് കൊടുത്ത് വെച്ചിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. നല്ല ഭംഗിയില്ല, നല്ല ഇഷ്ടമായി. എനിക്കിത് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ പാകത്തിനുള്ള ഡ്രസ്സ് ആയിരുന്നു കേട്ടോ. സൈഡിലൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇതാണ് തോന്നുന്നു ഇപ്പോഴത്തെ മോഡൽ. അപ്പോൾ എനിക്കിത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതന്നെ മതി വിഷുവിനെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 2-3 മാസം മുന്നേ ഒരു ഡ്രസ്സ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ ഈ മഞ്ഞ, അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുണ്ട്. പിന്നെ ഒരു റോസ് ഐറ്റം ഉണ്ട്, കണ്ടില്ലേ. ഇതൊന്നും ചുരുക്കിയിട്ടില്ല, അതൊക്കെ ഒന്ന് ചുരുക്കണം, റെഡിയാക്കണം. പിന്നെ ചെരുപ്പ് ഇതേ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ചെരുപ്പായിരുന്നില്ലേ. അപ്പോൾ വിഷുവിൻ്റെ തിരക്കും കാര്യങ്ങളും ക്ലീനിങ്ങും ഷോപ്പിങ്ങും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവരും വിഷു അടിച്ചു പൊളിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.